ഹായ്, ഇന്നൊരു ഫലൂഡ ട്രൈ ചെയ്യുകയാണ് കേട്ടോ. ഞാൻ സ്ട്രോബെറി ഫലൂഡ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് എങ്ങനെ ഫലൂഡ തയ്യാറാക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യമായിട്ട് കാണുന്നവർക്ക് താങ്ക് യു ഫോർ വിസിറ്റിംഗ് മൈ ചാനൽ. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ. ആദ്യം നമുക്ക് വേണ്ടതൊരു പൈപ്പിംഗ് ബാഗാണ്. ഒരു നോൺ സ്റ്റിക്ക് പാനിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളവും 5-6 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂട്ടിയിട്ടിട്ട് നല്ലോണം നമുക്ക് കുറുക്കിയെടുക്കണം. ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർക്കുക. ഞാനിവിടെ ഒരു പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആവുന്നവരെ നമുക്ക് നല്ലോണം വറ്റിച്ചെങ്ങ് എടുക്കണം. ലൂസ് ആവാൻ പാടില്ല, ഇത്തിരി കട്ടിയാണ്, കാരണം നമ്മളിത് പൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കി നമുക്ക് തണുത്ത വെള്ളത്തിലോട്ട് നിന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ തിന്നായിട്ടൊരു നൂഡിൽസ് മാതിരിയാണ് നമുക്ക് കിട്ടേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ചൂടോടെ തന്നെ ഇത് ചെയ്യണം, അല്ലെങ്കിൽ തണുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പൈപ്പിംഗ് ബാഗിനകത്ത് അത് കട്ട കെട്ടി നിൽക്കും. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫലൂഡ സേവ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നമുക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കാം. നമുക്ക് തിക്കായിട്ടുള്ള മിൽക്ക് വേണം ഫലൂഡയ്ക്ക് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു തിള വരുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തോട്ട് കോൺഫ്ലവറിൻ്റെ സ്ലറി ഒഴിക്കണം. അതായത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൽ 1 ടേബിൾ സ്പൂൺ തന്നെ വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ലൂസാക്കി എടുക്കാം. പാലിലൊരു തിള വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ മിക്സ് അതിലോട്ട് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കാം. ഒത്തിരി തിക്കായിട്ട് കുറുകി വരത്തില്ല, ജസ്റ്റ് നമ്മുടെ നോർമൽ പാലിനേക്കാളും ഒരു ശകലം കൂടി നമുക്ക് തിക്നെസ് കിട്ടും. ഇത് മിക്സായി വരുമ്പോഴത്തേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്ക് ഒഴിക്കണം. ഞാനിവിടെ 2-3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഒഴിക്കുന്നുണ്ട്. കോൺഫ്ലവർ ആയതുകൊണ്ട് നല്ലോണം ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇപ്പോൾ നല്ലോണം മിക്സ് ആയതിനു ശേഷം ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് സബ്ജ സീഡ്സ് ആണ്. ഇത് കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോഴത്തേക്ക് ഒരു 5 മിനിറ്റ് ശേഷം നല്ലോണം റൈസ് ആയിട്ട് വരും. അപ്പോൾ നമുക്കിനി ഫലൂഡ സെറ്റ് ചെയ്യാം അല്ലേ. പിന്നെ അതുപോലത്തെ ഒരു ഫാൻസി ഗ്ലാസ് ആണ് കേട്ടോ എടുക്കുന്നത്. സ്ട്രോബെറി ഫ്ലേവേർഡ് ആയതുകൊണ്ട് സ്ട്രോബെറി സിറപ്പ് വെച്ച് ഞാൻ അതിൻ്റെ റിം ഒന്ന് നല്ലോണം ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സൈഡ്സ് മൊത്തം ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്, നല്ലൊരു കളർ വരാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ തയ്യാറാക്കിയ മിൽക്കിൽ ഒരു ഫ്ലേവറോ കളറൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ സിറപ്പ് ആഡ് ചെയ്തതിന് ശേഷം വൈറ്റ് കളറിൻ്റെ ആ ലിക്വിഡും കൂടെ ഒഴിക്കുമ്പോഴത്തേക്കും നല്ലൊരു കളർ കോൺട്രാസ്റ്റ് ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. ആദ്യം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ നമ്മുടെ ഫലൂഡ സേവ് നമുക്കിടാം. ഒരു 4-5 ടേബിൾ സ്പൂണോളം ഇടണം. അതിനുശേഷം നമുക്ക് സബ്ജ സീഡ്സ് കുതിർന്നിട്ടുണ്ട്, അതും കൂടി ഇടാം. അത് നല്ലോണം ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ ഗ്യാപ്പിലോട്ട് നമ്മുടെ സ്ട്രോബെറി സിറപ്പ് അല്ലെങ്കിൽ ക്രഷ് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഒരു നല്ലൊരു ഭംഗിയായിരിക്കും കളറ് കാണാൻ വേണ്ടിയിട്ട്. ഇതിലോട്ട് ഇനി 2-3 സ്കൂപ്സ് ഓഫ് ഐസ്ക്രീം ഇടാം. വാനില ഐസ്ക്രീം തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ തിക്കായിട്ടുള്ളൊരു മിൽക്ക് മിക്സ്ചർ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു, അത് ഞാൻ തണുപ്പോടെ തന്നെ ആ ഐസ്ക്രീമിൻ്റെ മുകളിലോട്ട് ഒഴിക്കുന്നുണ്ട്. എന്ത് ഭംഗിയല്ലേ കണ്ട് സബ്ജ സീഡ്സൊക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്നു. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ്, പീനട്ട്സും കാഷ്നട്ട്സും പിന്നെ ആൽമണ്ട്സും എല്ലാം യൂസ് ചെയ്യാം. വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഷേവിങ്സും കുറച്ച് കോൺഫ്ലേക്സും പിന്നെ ഐസ്ക്രീം, അതിൻ്റെ മേളിൽ സ്ട്രോബെറി ക്രഷും കൂടിയിട്ട് ടോപ്പ് ചെയ്യുന്നതുകൊണ്ട് അവസാനം നമുക്ക് അല്പം സബ്ജ സീഡ്സും പിന്നെ കുറച്ച് ഫലൂഡ സേവും പിന്നെ ചോക്ലേറ്റ് ഷേവിങ്സും കാഷ്നട്ട്സും കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച് റെഡിയാക്കാം. അവസാനം ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ അതിനകത്തൊരു നവാട്ടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ ടോപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മച്ചാന്മാരെ പറയുന്നത് ബ്യൂട്ടി എന്ന്. നല്ല അടിപൊളിയായിട്ടുള്ള സുന്ദരനായിട്ടുള്ള ഫലൂഡ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾക്ക് കൊതിയൊന്നുമില്ലേ? അപ്പോൾ ഇതേ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തന്നെ അറിയിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പോയല്ലേ. ബട്ട് കൺഫ്യൂഷൻ ഭാഷ